Hi everybody. Once again welcome back to another video session of MTM College. Myself I am Muhammad Fasil from Department of Commerce. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഡിറ്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റ് മെമ്മോറാൻഡമാണ്. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയർ തന്നെയാണ് ഓഡിറ്റ് മെമ്മോറാൻഡം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. ദ ഓഡിറ്റർ ഷാൾ സബ്മിറ്റ് ആൻ ഓഡിറ്റ് മെമ്മോറാൻഡം ഇൻ ദ ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓൺ ദ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് എക്സാമിൻഡ് ബൈ ഹിം. അല്ലെ, ഓഡിറ്റർ പരിശോധിച്ച അല്ലെങ്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും മേലെ ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് ഒരു മെമ്മോറാൻഡം അവർ നിഷ്കർഷിക്കുന്ന ഫോമിൽ ഒരു മെമ്മോറാൻഡം നൽകേണ്ടതാണ്. അല്ല, ഓഡിറ്റർ അയാൾ പരിശോധിച്ച ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഒരു ഓഡിറ്റ് മെമ്മോറാൻഡം നൽകേണ്ടതായിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. He shall state in his opinion and to the best of his knowledge, best of his information, and according to explanation given to him. The above said accounts give all the information required by the act, give true and fair view. അല്ലേ, അയാൾ ഈ ഓഡിറ്റ് മെമ്മോറാൻഡത്തിലെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതായത് അയാളുടെ ഉത്തമമായ അറിവിലും അതുപോലെ തന്നെ അയാൾക്ക് നൽകപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ പറയപ്പെട്ട അക്കൗണ്ട്സ്, അല്ലെ, ഏത് അക്കൗണ്ട്സിൻ്റെ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ മേലെയാണോ ഈ മെമ്മോറാൻഡം നൽകുന്നത്, അത് ആക്ട് പറയുന്ന പ്രകാരം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ നൽകുന്നത് എന്ന് സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെ, അയാൾ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. അല്ല, ഏത് അക്കൗണ്ട്സിൻ്റെ മേലെയാണോ അയാൾ മെമ്മോറാൻഡം നൽകുന്നത്, അത് ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ, അയാളുടെ ഉത്തമമായ വിശ്വാസത്തിലും അയാൾക്ക് നൽകപ്പെട്ട വിശദീകരണങ്ങളുടെ എക്സ്പ്ലനേഷനുകളുടെ അടിസ്ഥാനത്തിലും ആക്ട് പറയുന്ന പ്രകാരമുള്ള ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ നൽകുന്നത്, അല്ലേ, എന്ന് അയാൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ദ ഓഡിറ്റ് മെമ്മോറാൻഡം ഷാൾ സ്റ്റേറ്റ്. അല്ല, ഓഡിറ്റ് മെമ്മോറാൻഡത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കാം. എന്താണ്? വെദർ ദ ഓഡിറ്റർ ഹാഡ് ഒബ്റ്റെയിൻ ഓൾ ദ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ വിച്ച് ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ് വർ നെസസറി ഫോർ ദ പർപ്പസ് ഓഫ് ഓഡിറ്റ്. അല്ലെ, ഓഡിറ്റ് മെമ്മോറാൻഡത്തിൽ കോപ്പറേറ്റീവ് ഓഡിറ്റർ വ്യക്തമാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ്, whether he had obtained all the information and explanation which to the best of his knowledge and belief were necessary for the purpose of audit. അല്ലെ, അയാളുടെ ബെസ്റ്റ് ഓഫ് ഇൻഫർമേഷനിൽ, അയാളുടെ ഉത്തമമായ അറിവിൽ അയാൾക്ക് നൽകപ്പെട്ട എക്സ്പ്ലനേഷനുകളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും വിവരങ്ങളും ഒക്കെ ഓഡിറ്റ് പർപ്പസിന് ആവശ്യമായ വിവരങ്ങളും അതുപോലെ തന്നെ വിശദീകരണങ്ങളും ഒക്കെ അയാളുടെ ഉത്തമമായ വിശ്വാസത്തിൽ അയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അയാൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. ഓഡിറ്റിൻ്റെ ആവശ്യത്തിന് എന്തൊക്കെ വിവരങ്ങൾ ആവശ്യമുണ്ടോ, എന്തൊക്കെ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ, അതൊക്കെ സൊസൈറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് അയാൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അയാളുടെ ഉത്തമ വിശ്വാസത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട്, വെദർ ഇൻ ഹിസ് ഒപ്പീനിയൻ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹാവ് ബീൻ മെയിൻറ്റെയിൻ ബൈ ദ സൊസൈറ്റി ആസ് പെർ ദ ആക്ട്. അല്ലെ, അയാൾ വ്യക്തമാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഉത്തമമായ വിശ്വാസത്തിൽ, അയാളുടെ അഭിപ്രായത്തിൽ സൊസൈറ്റി പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് അയാൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് അയാൾ സ്റ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അടുത്തായിട്ട് പറയുന്നത് എന്താണ്, വെദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് എക്സാമൈൻഡ് ബൈ ഹിം ആർ ഇൻ അഗ്രിമെന്റ് വിത്ത് ദ ബുക്സ് ആൻഡ് റിട്ടേൺസ് ഓഫ് ദ സൊസൈറ്റി. അല്ല അടുത്തതായിട്ട് അയാൾ പ്രതിപാദിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെദർ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് എക്സാമൈൻഡ് ബൈ ഹിം ആർ ഇൻ അഗ്രിമെന്റ് വിത്ത് ദ ബുക്സ് ആൻഡ് റിട്ടേൺസ് ഓഫ് ദ സൊസൈറ്റി. അയാൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും ആർ ഇൻ അഗ്രിമെന്റ് വിത്ത് ദ ബുക്സ് ആൻഡ് റിട്ടേൺസ് ഓഫ് ദ സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സിനും റിട്ടേൺസിനും അനുസൃതമാണ്, അല്ലെങ്കിൽ ഇൻ എഗ്രിമെൻ്റ് ആണ്. അയാൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ബാലൻസ് ഷീറ്റും ഫൈനൽ അക്കൗണ്ട്സും ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകിയ റിട്ടേൺസ് എന്താണ്, കോപ്പറേറ്റീവ് എല്ലാ മാസവും റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ മറ്റു ചില വിവരങ്ങളൊക്കെ എല്ലാ മാസവും രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലുള്ള റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ അതിനും അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനും അനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓഡിറ്റ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടാണ്. ഓഡിറ്റ് പ്രൊസീജിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിറ്റ് മെമ്മോറാൻഡത്തെയാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റർ അയാൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്നിവയുടെ മേലെ അയാളൊരു ഓഡിറ്റ് മെമ്മോറാൻഡം ഡയറക്ടറേറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ അയാൾ പ്രതിപാദിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് അയാളുടെ അഭിപ്രായത്തിലും അയാളുടെ ഉത്തമമായ വിശ്വാസത്തിലും അതുപോലെ തന്നെ അയാൾക്ക് നൽകപ്പെട്ട വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിലും ഈ പറയപ്പെട്ട ഏത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ ബാലൻസ് ഷീറ്റ് ആണോ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് അത് സൊസൈറ്റിയുടെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് നൽകുന്നത് എന്ന് അയാൾ പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അയാൾ സ്റ്റേറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അയാൾക്ക് നൽകപ്പെട്ട ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതുപോലെ തന്നെ എല്ലാ വിശദീകരണങ്ങളും അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓഡിറ്റ് നടത്തുന്നതിന് എന്തൊക്കെ വിവരങ്ങളോ അതുപോലെ തന്നെ എന്തൊക്കെ വിശദീകരണങ്ങളൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന് അയാളിൽ പ്രതിപാദിക്കണം. അതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കോപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അയാൾ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റി നേരത്തെ കാലാകാലങ്ങളായി ഫയൽ ചെയ്ത കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ ഓഡിറ്റ് ചെയ്യുന്നത് അതിൽ ഫയൽ ചെയ്ത റിട്ടേൺസിനും അതുപോലെ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനും അനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആണോ എന്ന് പ്രതിപാദിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി ഓഡിറ്റ് മെമ്മോറാൻഡത്തിൽ മറ്റ് ചില കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രതിപാദിക്കേണ്ടതായുള്ള മറ്റ് ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ദ ഓഡിറ്റ് മെമ്മോറാൻഡം ഷാൾ ആൾസോ കണ്ടെയ്ൻ ഒരു ഓഡിറ്റ് മെമ്മോറാൻഡത്തിൽ താഴെ പറയുന്നതായ കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിപാദിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം എന്തൊക്കെയാണ്. ആൾ ട്രാൻസാക്ഷൻ വിച്ച് അപ്പിയർ ടു ബി കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, ദ റൂൾസ് ആൻഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, റൂൾസ്, ബൈലോ എന്നിവയ്ക്ക് എതിരായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ, ഇടപാടോ വ്യവഹാരമോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഓഡിറ്റ് മെമ്മോറാൻഡത്തിൽ അങ്ങനെ നടത്തപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഓഡിറ്റ് മെമ്മോറാൻഡത്തിൽ പ്രതിപാദിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, റൂൾസ്, ബൈലോ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത്. സ്ട്രിക്ട്ലി അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം, കർക്കശമായിട്ട് അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനെതിരായിട്ട് നടത്തപ്പെട്ട എന്ത് വ്യവഹാരമുണ്ടെങ്കിലോ എന്ത് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിലോ അതൊക്കെ ഇതിൽ പ്രതിപാദിക്കണം. നോക്കി പിന്നെ അടുത്തായിട്ട് പറഞ്ഞത് ആൾ സംസ് വിച്ച് ഓട്ട് ടു ഹാവ് ബീൻ
but not been brought into accounts of the society. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരേണ്ട എന്തെങ്കിലും എമൗണ്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നാൽ അത് കൊണ്ടുവന്നിട്ടില്ല, അത്തരത്തിലുള്ളതൊക്കെ ഇതിൽ പ്രതിപാദിക്കണം. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള നിർബന്ധമായും കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ പ്രതിപാദിക്കണം. അതുപോലെ തന്നെ എനി മെറ്റീരിയൽ ഇറഗുലാരിറ്റി ഇൻ എക്സ്പെൻഡിച്ചർ ഓർ ഇൻ ദ റിയലൈസേഷൻ ഓഫ് മണി ടു ദ സൊസൈറ്റി. അല്ലെ, എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലോ ചിലവുകളുടെ കാര്യത്തിലോ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പൈസ റിയലൈസ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലോ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇറഗുലാരിറ്റി, എന്തെങ്കിലും ക്രമക്കേടോ പൊരുത്തക്കേടോ ഉണ്ടെങ്കിൽ അത് ഇവിടെ പ്രതിപാദിക്കണം. അത് നിർബന്ധമായിട്ടും പ്രതിപാദിക്കണം. അതുപോലെ എനി മണി ഓർ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ സൊസൈറ്റി which appears to auditor to be bad or doubtful debt. അല്ലെ, എനി മണി ഓർ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ സൊസൈറ്റി. അല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്തെങ്കിലും തരത്തിലുള്ള പൈസയോ അല്ലെങ്കിൽ സ്വത്തോ വിച്ച് അപ്പിയർ ടു ദ ഓഡിറ്റർ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെപ്സ്. അല്ലെ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്തായിട്ടുണ്ട്, ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെപ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം, പ്രതിപാദിക്കണം. അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെപ്സ് അല്ലെ കിട്ടാക്കടമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ ഫ്രം ടൈം ടു ടൈം. അല്ലെ, രജിസ്ട്രാർ ടൈം ടു ടൈമിൽ സമയാസമയങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടായിരിക്കണം. അല്ലെ, കോപ്പറേറ്റീവ് രജിസ്ട്രാർ സമയാസമയങ്ങൾക്കനുസരിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് പ്രിപ്പയർ ചെയ്ത അല്ലെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതിൻ്റെ ഒപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ എനി അതർ മാറ്റേഴ്സ് സ്പെസിഫൈഡ് ബൈ ദ രജിസ്ട്രാർ ഓൺ ബിഹാഫ്. അല്ലെ, കോപ്പറേറ്റീവ് രജിസ്ട്രാർ നൽകുന്ന മറ്റെന്തെങ്കിലും ഏത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും ഇവിടെ എന്ത് ചെയ്യണം, പറയണം. അല്ലെ, അതും ഇവിടെ പ്രതിപാദിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഇതിൽ അഡീഷണൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റൂൾസ് ബൈലോ തുടങ്ങിയതിനെതിരായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഇവിടെ പ്രതിപാദിക്കണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളതും എന്നാൽ കൊണ്ടുവന്നിട്ടില്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രതിപാദിക്കണം. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്തെങ്കിലും തരത്തിലുള്ള ചെലവ് അല്ലെങ്കിൽ റിയലൈസേഷൻ ഓഫ് മണി അല്ലെ, അതിലെന്തെങ്കിലും തരത്തിലുള്ള പൊരുത്തക്കേടോ ക്രമക്കേടോ നടന്നിട്ടുണ്ടെങ്കിൽ ഇറഗുലാരിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പ്രതിപാദിക്കണം. അതുപോലെ തന്നെ എനി മണി ഓർ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ സൊസൈറ്റി വിച്ച് അപ്പിയർ ടു ബി അല്ലെ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്തെങ്കിലും പണമോ അതുപോലെ ഈ സ്വത്തുക്കളോ കിട്ടാക്കടമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ പ്രതിപാദിക്കണം. പിന്നെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് രജിസ്ട്രാർ സമയാസമയങ്ങൾക്കനുസരിച്ച് നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാക്കിയ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന മറ്റെന്ത് കാര്യവും ഇതിൽ പ്രതിപാദിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓഡിറ്റ് മെമ്മോറാൻഡത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. സിമ്പിളായ ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.